ശ്രീ സേനാപതി വേണു, അധ്വാനിച്ച് വിയർപ്പൊഴുക്കി നേടുന്ന നിക്ഷേപ തുക തിരികെ ആവശ്യപ്പെടുമ്പോഴും ഭീഷണിയാണ്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിലായി ആലപ്പുഴ SL പുരത്ത് ഒരു വീട്ടമ്മയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. 1 ലക്ഷം രൂപയാണ് അവർ വായ്പ എടുത്തത്. അതിൻ്റെ തിരിച്ചടവ് മുടങ്ങുന്നു. പക്ഷേ പലിശ കൃത്യമായി അടയ്ക്കുന്നവരാണ്. അതിൽ 3 വാഹനങ്ങളിലായി വന്ന് ഈ സഹകരണ സംഘത്തിലെ ജീവനക്കാർ ഭീഷണിപ്പെടുത്തുന്നു. തുടർന്ന് ഈ വീട്ടമ്മ ആത്മഹത്യ ചെയ്യുന്നു. ഇതിൻ്റെ ഒരു ദയനീയത എന്ന് പറയുന്നത് SL പുരം മാരാരിക്കുളം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് ഈ വീട്. അവർക്ക് ഇത് പരാതിയായി നൽകുന്നതിന് പോലും ഭയമാണ്. ആദ്യം ഇത്തരത്തിൽ ഭീഷണി വന്നു എന്ന് മാധ്യമപ്രവർത്തകരോടൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ തികഞ്ഞ നിശബ്ദതയാണ്. വലിയ രീതിയിലുള്ള ഭീഷണി അതിന് തുടർന്നുമുണ്ടായി എന്നു തന്നെ അനുമാനിക്കേണ്ടിയിരിക്കുന്നു. എവിടെയാണ് ഈ സഹകരണ സംഘങ്ങൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? രോഹിണി, നമുക്ക് ഈ 2 സംഭവം, കട്ടപ്പനയിലെ സംഭവവും അതോടൊപ്പം തന്നെ ഇപ്പോൾ കഞ്ഞിക്കുഴി SL പുരത്തെ A64 സർവീസ് സഹകരണ ബാങ്കിലെ 2 സംഭവങ്ങൾ. ഇവിടെ സാബുവിന്റെ മരണം, അവിടെ ആശാ സുധീറിന്റെ മരണം. ഈ 2 മരണത്തിലും സമാനതകൾ ഏറെയാണ്. ഒന്ന് നിക്ഷേപകനും ഒന്ന് വായ്പക്കാരിയുമാണ് എന്നുള്ള വ്യത്യാസം ഒഴിച്ചാൽ ഈ 2 മരണത്തിലെയും മരണത്തിന്റെ സ്വഭാവം അല്ലെങ്കിൽ മരണത്തിലേക്ക് ഇടയാക്കിയ കാരണം അത് രണ്ടും സമാനമായ സാഹചര്യമാണ്. ഇപ്പൊ കട്ടപ്പനയിലെ മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. അവിടെ 85 ലക്ഷം രൂപ 2005 മുതൽ നിക്ഷേപം ഉണ്ടായിരുന്ന ആള് ഇപ്പൊ അവശേഷിക്കുന്നത് 14.5 ലക്ഷം രൂപയാണ്. അപ്പോൾ 14.5 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപമുള്ള ഒരു നിക്ഷേപകൻ ആ ബാങ്കിൽ തന്റെ ഭാര്യ ഗുരുതരമായി ആശുപത്രിയിൽ ചികിത്സയിലാണ്, അവർക്ക് 2 ലക്ഷം രൂപ ചികിത്സയ്ക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് അവരും ഭർത്താവും നിരന്തരമായി ഈ ബാങ്കിൽ ഇങ്ങനെ കയറി ഇറങ്ങുകയാണ്. അപ്പോൾ ബാങ്കിലെ ജീവനക്കാര് അവർക്കെതിരെ വല്ലാത്ത അധിക്ഷേപങ്ങൾ ഉയർത്തുന്നു. അത് അദ്ദേഹം സാബു മുളങ്ങാശ്ശേരി, അത് അദ്ദേഹത്തിന് അസഹനീയമാണ്. എങ്കിലും അത് ഭാര്യയോട് അദ്ദേഹം പറയുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷമാണ് CPMന്റെ ഈ ബാങ്കിന്റെ മുൻ പ്രസിഡന്റ്, മുൻ CPM ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി, ഇപ്പോൾ CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമായ ആ ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള സംഭാഷണം ഇന്ന് പ്രധാനപ്പെട്ട ഒരു ദിനപത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ 4.5 മിനിറ്റ് സംഭാഷണത്തിന്റെ ഇടയ്ക്ക് ഈ മനുഷ്യൻ ഈ CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗം, അതായത് മുൻ ഏരിയ സെക്രട്ടറിയെ വിളിക്കുന്ന പൊന്നു സഖാവേ എന്ന് 12 പ്രാവശ്യമാണ് വിളിക്കുന്നത് ഈ 4.5 മിനിറ്റ് സംഭാഷണത്തിന്റെ. അപ്പൊ എത്ര ഭയത്തോടു കൂടി, പണ്ട് പൊന്നുതമ്പുരാൻ പൊന്നുതമ്പുരാൻ എന്നൊക്കെ അടിയാളന്മാർ വിളിക്കുന്നത് പോലെ അല്ലെ കീഴാളന്മാർ വിളിക്കുന്നത് പോലെ എത്ര ഭയന്നാണ് ഈ മനുഷ്യൻ ഈ സഖാവിനെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോ ആ അഭിസംബോധനയിലൂടെ അവസാനം അയാളോട് പറയുന്നു നിനക്ക് പണി തരും, പണി നിനക്ക് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പണി നിനക്ക് അറിയത്തില്ല എന്ന ഭീഷണി. ആ ഭീഷണിയിൽ ഭയപ്പെട്ട്, കാരണം CPM പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിന്റെ ആ പ്രദേശത്തെ പ്രമുഖനായ നേതാവും അദ്ദേഹത്തോട് ഏറ്റുമുട്ടിയോ അല്ലെങ്കിൽ ആ ബാങ്കിലെ സ്റ്റാഫിനോട് ഏറ്റുമുട്ടിയോ തനിക്ക് നിക്ഷേപം തിരികെ കിട്ടില്ല എന്നും ആ ഭയത്തിലാണ് യഥാർത്ഥത്തിൽ സാബു അവിടെ ആത്മഹത്യ ചെയ്തത്. ഇനി സാബു ആത്മഹത്യ ചെയ്തതിനു ശേഷം ഇന്നത്തെ സംഭവവികാസം, ഞാൻ ഇടുക്കിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ 3 ബാങ്ക് ജീവനക്കാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുത്തു എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അവരതിനകത്തെ കോ അക്യൂസ്ഡ് എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട പ്രതി എന്ന് പറയുന്നത് CPMന്റെ ഇപ്പോഴത്തെ ജില്ലാ കമ്മിറ്റി അംഗവും മുൻ ഏരിയ കമ്മിറ്റി അംഗവുമാണ്. അദ്ദേഹത്തിനെതിരെ ഈ നിമിഷം വരെ, നമ്മൾ ഈ സംസാരിക്കുന്ന ഈ ഡിസംബർ മാസം 25-ാം തീയതി ഈ വൈകുന്നേരം 8 മണി വരെ അദ്ദേഹത്തിനെതിരെ ഒരു കേസുമില്ല. കാരണം അദ്ദേഹത്തിന്റെ ഭീഷണിയാണ് മരണത്തിന് കാരണമെന്ന് സാബുവിന്റെ ഭാര്യയും മകനും ബന്ധുക്കളും പോലീസിൽ കൃത്യമായി മൊഴി കൊടുത്തിട്ടും കേസ് എടുത്തിട്ടില്ല. CPMന്റെ ജില്ലാ സെക്രട്ടറി മാറി മാറി പത്രസമ്മേളനം നടത്തിയിട്ട് പറയുന്നു ഞങ്ങൾ സാബുവിനോടൊപ്പമാണ്, സാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ്. ഇതായിരുന്നല്ലോ ദിവ്യയുടെ കാര്യത്തിൽ നമ്മൾ കേട്ടത്. അതാണല്ലോ ദിവ്യയുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് നവീൻ ബാബു ആത്മഹത്യ, ഞാൻ അതുമായിട്ട് കലർത്തുകയല്ല, ആത്മഹത്യ ചെയ്യാൻ കാരണം അതും ഇത് തന്നെയാണ്. കാരണം ദിവ്യ ഇവിടെ VR സജി ഭീഷണിയാണ് മുഴക്കുന്നതെങ്കിൽ ദിവ്യ മറ്റൊരു സ്വരത്തിലാണ് പറയുന്നത് 2 ദിവസത്തിനകം പണി തനിക്കിട്ട് വരും. എന്താ പണി വരുന്നത്? താൻ പമ്പിന് 1 ലക്ഷം രൂപ കൈക്കൂലി മേടിച്ചു വന്ന കേസ് വിജിലൻസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നിരിക്കുന്നു. ആ പരാതി അത് വിജിലൻസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് V ശശി അതിന് മുൻകൈ എടുക്കും. താൻ പത്തനംതിട്ട ജില്ലാ ADM ആയി ചുമതല എടുക്കുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്യും, പണി തനിക്കിട്ട് വരുമെന്നുള്ള BP ദിവ്യയുടെ മുന്നറിയിപ്പ്. അതാണ് നവീൻ ബാബുവിനെ ഭയപ്പെടുത്തിയത്.
അതാണ് നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് നയിച്ചത്. ഇവിടെ സമാനമായ സാഹചര്യം ഇടുക്കിയിൽ ഉണ്ടായിരിക്കുന്നു. ആ ഡിപ്പോസിറ്റ് ഹോൾഡറെ ഭീഷണിപ്പെടുത്തി ഇനി തനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന സാഹചര്യം സംജാതമായപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഇനി നമുക്ക് ആലപ്പുഴയിലെ കേസിലേക്ക് വരാം. ആലപ്പുഴയിൽ ഇവിടെ രോഹിണി സൂചിപ്പിച്ചതുപോലെ അവര് 1 ലക്ഷം രൂപ എടുക്കുന്ന 2010 ഇപ്പൊ അത് 2.5 ലക്ഷമായി. ഒരു കുറച്ച് തുക അടച്ചിട്ടുമുണ്ട്. ഈ സഹകരണ സംഘങ്ങളുടെ ഒരു കൃത്രിമം അത് നമ്മൾ ഇനിയാണെങ്കിലും ദീർഘമായി ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പോ 10 കൊല്ലം 14 കൊല്ലം മുമ്പ് എടുത്ത വായ്പ അത് പുതുക്കി കൊടുക്കുന്നു. അപ്പോൾ 1 ലക്ഷത്തിന്റെ വായ്പ 2.5 ലക്ഷമാകുന്നു. അപ്പൊ ബാങ്കിന്റെ കണക്ക് പ്രകാരം 2.5 ലക്ഷം രൂപ ലിക്വിഡ് ക്യാഷ് പുതുതായിട്ട് എടുത്ത പോലെയാണ്. യഥാർത്ഥത്തിൽ 2010 എടുത്ത് 1 ലക്ഷവും അതിന്റെ പലിശയും കൂടിയാണ്. പക്ഷേ ബാങ്കുകളുടെ രേഖ പ്രകാരം ബാങ്ക് സൊസൈറ്റിയുടെ രേഖ പ്രകാരം ഈ 2.5 ലക്ഷം രൂപ അതെന്നാണോ പുതുക്കുന്നത് അന്ന് 2.5 ലക്ഷം രൂപ ലിക്വിഡ് ക്യാഷ് എടുത്തു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ 1 ലക്ഷത്തിന്റെ കടം 2.5 ലക്ഷമാക്കി അവനെ കൂടുതൽ കടക്കാരനാക്കി മാറ്റുന്നു. അത് ബാങ്കിന്റെ ഒരു സാങ്കേതികത്വം. ഞാൻ അങ്ങോട്ടല്ല വന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാവിലെ 8 മണിക്ക് ബാങ്കിൽ നിന്ന് 3 വണ്ടി ആളുകൾ ഇവരെന്താ ഈ ബോംബെ അധോലോകത്തിൽ ഹഫ്ത പിരിക്കാൻ പോകുന്നവരെയാണോ ബാങ്ക് പണം പിരിക്കാൻ പോകുന്നത്? അങ്ങനെയല്ലല്ലോ. ബാങ്ക് അതിന് നിയമപരമായ രീതിയിൽ നോട്ടീസ് കൊടുക്കുക, അല്ലെങ്കിൽ സെക്രട്ടറി എന്ന് പറയുക, അതല്ല എങ്കിൽ മറ്റ് സ്റ്റാഫുകൾ ചെന്ന് പറയാം നിങ്ങൾ പണം അടയ്ക്കണം എന്ന് പറയുക എന്നുള്ളതല്ലാതെ കാലത്തെ ഈ 1 ലക്ഷം രൂപ എടുത്തയാൾ ഇപ്പൊ 2.5 ലക്ഷം ഒന്ന് കൂട്ടിക്കോ. 2.5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി 8 മണിക്ക്, അതും ബാങ്ക് തുറക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ 10 മണിക്ക് ശേഷമാണ്. 10 മണിയാണല്ലോ ബാങ്ക് തുറക്കുന്ന ഒഫീഷ്യൽ ടൈം എന്ന് പറയുന്നത്. അപ്പൊ 8 മണി ആയപ്പോഴേക്കും ഇവരിനി വല്ലോ പണിക്കോ വല്ലോ പോകുന്നതിന് മുമ്പ് ഈ 10-14 പേര് 3 വണ്ടി ചെന്ന് നമ്മുടെ നാട്ടിലെ ബ്ലേഡുകാരനൊക്കെ ആളുകളെ പിടിച്ചു നടത്തും. ഞങ്ങളുടെ നാട്ടിൽ തമിഴ്നാട്ടിൽ നിന്ന് പലിശ കറണ്ട് വട്ടി എന്നാ പറയുന്നത്. അതിനുവേണ്ടി പിരിവ് നടത്താനായിട്ട് പണ്ട് ബൈക്കിലും എന്താ പറഞ്ഞ ഈ ടാറ്റ സുമോ വാഹനത്തിലും ഒക്കെ വന്ന ആളുകളെ ഭയപ്പെടുത്തുന്ന ഒരു കാലം മുമ്പുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന ഓപ്പറേഷൻ കുബേരയ്ക്ക് മുമ്പ് അത് ഇടുക്കിയിലെ തോട്ടം മേഖലയിൽ സാർവത്രികമായിരുന്നു. ഇപ്പൊ അതിന് സമാനമായ ഒരു സാഹചര്യമാണ്. ലോൺ എടുത്ത ആള് ലോൺ അടച്ചില്ല എന്ന കാരണത്താൽ ഇവര് 3 വണ്ടി ആളുകള് വീട്ടിലേക്ക് ചെല്ലുന്നു, ഭീഷണിപ്പെടുത്തുന്നു. പൈസ അടച്ചില്ല എങ്കിൽ ജപ്തി ഉണ്ടാകും, അതല്ല എങ്കിൽ നിങ്ങൾക്ക് എന്താ പറഞ്ഞേ അതിന്റെ ദുരന്തമുണ്ടാകും എന്ന് ഭീഷണിപ്പെടുത്തി. ആ ഭീഷണിയിൽ ഭർത്താവ് സുധീർ അവിടെ ഇല്ല. ആ ഭീഷണിയിൽ മനം നൊന്താണ് ഈ വീട്ടമ്മ ആശാ സുധീർ എന്ന് പറയുന്ന ഈ വീട്ടമ്മ ആത്മഹത്യ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ ഇതുപോലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടം. ക്ഷേമ പെൻഷൻ പോലും ആളുകൾക്ക് കിട്ടുന്നില്ല. തൊഴിലുറപ്പ് പണി ചെയ്യുന്നവർക്ക് പോലും പലപ്പോഴും ശമ്പളം കിട്ടുന്നില്ല. അങ്ങനെ വലിയ ദുരിതാവസ്ഥയിൽ ഒരു നാട് നിൽക്കുമ്പോൾ 2.5 ലക്ഷം രൂപ ലഭിക്കാനുള്ള ഒരു ബാങ്ക് ഇവിടെ രോഹിണി സൂചിപ്പിച്ച പോലെ ഗുണ്ടായിസത്തിലൂടെയാണോ ഇവര് ഈ ആളുകളുടെ പൈസ തിരിച്ചടവ് നടത്തേണ്ടത്? അപ്പൊ ഇത് CPM ഭരിക്കുന്നു, ഞങ്ങൾ CPMകാരാണ്. സജി കട്ടപ്പനയിൽ പറഞ്ഞ പോലെ നിനക്കിട്ട് പണി വെച്ചിട്ടുണ്ട്, അടി മേടിക്കേണ്ട സമയം കഴിഞ്ഞു. കാരണം ഇടുക്കിയിൽ അടിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടത് ഇത് MM മണിയുടെ നാടാണ്. അപ്പോ ഇവിടെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സമ്മേളനങ്ങളും ലോക്കൽ ഏരിയ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ സഖാക്കളെ ഉദ്ബോധിപ്പിക്കുന്നത് നിങ്ങൾ നല്ല സഖാക്കളായിട്ട് വരണം, വായനയിലൂടെ പഠനത്തിലൂടെ ഒന്നും വേണമെന്നല്ല. നിങ്ങൾ രാഷ്ട്രീയ എതിരാളികളെ അടിച്ചൊതുക്കണം. ഇനി അടിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ കടിച്ചു പറിക്കണം എന്നുള്ള ആഹ്വാനമാണ് സംസ്ഥാന നേതാവ് ജില്ലയിലെ അനുയായികൾക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇവർ ഈ ആശാന്റെ കളരിയിൽ പഠിക്കുന്നവരായതുകൊണ്ട് ഇത് ഇവർ വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കുന്നു. അതുകൊണ്ടാണല്ലോ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി പറഞ്ഞ അടി നിനക്കിട്ട് വരും. 15 ലക്ഷം രൂപ ബാങ്കിൽ കിടക്കുന്ന ഒരു സാധു മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ മുഴുവൻ കാലത്തെ നിക്ഷേപ. ഇടയ്ക്ക് മധ്യപ്രദേശിൽ ജോലി ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഓസ്ട്രേലിയയിൽ പോയി. അവിടെ നിന്നെല്ലാം കിട്ടിയ സമ്പാദ്യം കൊണ്ടുവന്ന് ഒരു മനുഷ്യന്റെ പുരുഷായുസ് 56 വയസ്സായ മനുഷ്യൻ 84 ലക്ഷം ഉണ്ടായിരുന്നു. അത് വീട് മേടിക്കാനും സ്ഥലം മേടിക്കാനും മേടിച്ച് ഇനി അവശേഷിക്കുന്നത് 14-15 ലക്ഷം രൂപയാണ്. അത് ചോദിക്കുമ്പോഴാണ്, അവിടെയാണ് രോഹിണി, അത് ചോദിക്കുമ്പോഴാണ് സ്വന്തം ഭാര്യയുടെ ആരോഗ്യ കാര്യങ്ങൾക്കാണ് ഒരു സർജറി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. കേൺ അപേക്ഷിക്കുകയാണ് ആ മനുഷ്യൻ. നീ അടി മേടിക്കുന്നുള്ളതാണ്. അതെ, നമ്മൾ ആ ഫോൺ സംഭാഷണത്തോട് പറഞ്ഞിരിക്കുന്നത് പണം അടയ്ക്കാൻ വന്നില്ല എങ്കിൽ ഗുണ്ടായിസത്തിന്റെ രീതിയിൽ 14 പേര് രാവിലെ 8 മണിക്ക് ആശയുടെ വീട്ടിൽ ചെല്ലേണ്ട ആവശ്യം എന്താണ്? അപ്പൊ ഇതാണ് ഗുണ്ടായിസത്തിലൂടെ. ഞങ്ങൾ CPMകാരാണ്, ഞങ്ങൾ നിങ്ങളെ എന്താ പറഞ്ഞേ ഞങ്ങളുടെ കായിക ബലം കൊണ്ട് അല്ലെങ്കിൽ സംഘടനാ ശക്തി കൊണ്ട് നിങ്ങളെ ഞങ്ങൾ കീഴ്പ്പെടുത്തി, നിങ്ങൾ ഞങ്ങൾക്ക് വിധേയമായിട്ട് നിൽക്കണം എന്ന ആ സന്ദേശമാണ്. ഇവിടെ അങ്ങ് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ടല്ലോ, ഒരു പരാതി പോലും കൊടുക്കാൻ ഇവർ ഭയപ്പെടുന്നു. കാരണം പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇവരെ സാമൂഹികമായിട്ട് തന്നെ ചിലപ്പോൾ അവിടെ ബഹിഷ്കരിക്കും. അതാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെയുള്ള CPMന്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പൊ ഇത് സഹകരണ ഗുണ്ടായിസമാണ് ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത്. രോഹിണി.